അമേഠിയിൽ രാഹുൽ വരുമോ ഇല്ലയോ? രാഹുൽ മത്സരിക്കണമെന്ന് കോൺഗ്രസിന് എന്താണ് ഇത്ര നിർബന്ധം? രാഹുൽ അമേഠിയിലും പ്രിയങ്ക റായ്ബറേലിയിലും മത്സരത്തിനിറങ്ങിയാൽ ഇന്ത്യ സഖ്യത്തിന് ഉത്തരേന്ത്യയിൽ തിരിച്ചുവരാനാകുമെന്ന പ്രതീക്ഷയുണ്ടോ? ഹിന്ദി ഹൃദയഭൂമിയിൽ BJPയുടെ പിടിയായിരുന്നു എന്നതിൽ വസ്തുതയുണ്ടോ? അമൽ നോക്കൂ, 2009 അമേഠിയിൽ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ജയിക്കുന്നത് കൂറ്റൻ ഭൂരിപക്ഷം നേടിയാണ്. അതായത് 71% വോട്ട് നേടിയാണ് രാഹുൽ അമേഠിയിൽ കോൺഗ്രസിൻ്റെ ഗാന്ധി കുടുംബത്തിൻ്റെ പാരമ്പര്യം നിലനിർത്തുന്നത്. അന്ന് ഏറ്റവും രസകരമായ കൗതുകമുള്ള കാര്യം BJPയുടെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് വെറും 8% മാത്രമായിരുന്നു. അവിടെ നിന്നാണ് BJP ആ ഒരു മുന്നേറ്റം നടത്തുന്നത്. പിന്നീട് 2014 വരുമ്പോൾ രാഹുലിൻ്റെ വോട്ട് ശതമാനം 46% കുറയുന്നൊരു കാഴ്ചയാണ്. സ്മൃതി ഇറാനി 34% വോട്ട് നേടി യഥാർത്ഥത്തിൽ അവരുടെ ഒരു മുന്നേറ്റത്തിൻ്റെ തുടക്കം ആ സൂചന കൃത്യമായി തരുന്നതായിരുന്നു 2014. 2019 50% വോട്ട് നേടിയ മണ്ഡലം തന്നെ സ്മൃതി ഇറാനി പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അപ്രസക്തമാവുകയാണ് ആ മണ്ഡലത്തിൽ. ഏകദേശം 55,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി മുഖത്തെയാണെന്ന് സ്മൃതി ഇറാനി തോൽപ്പിക്കുന്നത്. നമുക്ക് 2014 രാഹുലിനോട് പരാജയം വഴങ്ങിയ ശേഷം ആ മണ്ഡലം വിടുകയായിരുന്നില്ല സ്മൃതി ഇറാനി ചെയ്തത്. തൊട്ടടുത്ത ദിവസം മുതൽ അവർ അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള പണി തുടങ്ങിയിരുന്നു. സജീവമായിരുന്നു ആ മണ്ഡലത്തിൽ സ്മൃതി ഇറാനി. അന്നു മുതൽ അവർ ജനങ്ങൾക്കിടയിൽ നിരന്തരം ഇടപെട്ടു. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മോദി ഇഫക്റ്റിനേക്കാളും സ്മൃതി ഇറാനി ഇഫക്റ്റ് തന്നെയാണ് 2019 അമേഠിയിൽ ആഞ്ഞടിച്ചത്. അതായത് തെരഞ്ഞെടുപ്പിന് വളരെ മുൻപേ തന്നെ അവിടെ നിറഞ്ഞു നിന്ന് ജനങ്ങൾക്കിടയിൽ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അവർ 2019 ആ മണ്ഡലം പിടിച്ചെടുത്തത്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ എങ്ങനെയാണ്? 2019 ആ മണ്ഡലത്തിൽ തോൽവി അറിഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. ഇനിയിപ്പോൾ വീണ്ടും ഒരുപക്ഷെ അവിടേക്ക് വന്നാൽ പഴയ, അതായത് 2014 ഉണ്ടായ ഒരു പ്രതാപം തിരിച്ചു പിടിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഇതിലിപ്പോ ഒരുപക്ഷെ അമേഠിയിൽ രാഹുലിനെ നിർത്തുന്നു, പ്രിയങ്കയെ റായ്ബറേലിയിൽ നിർത്തുന്നു, അതിനുള്ള ശ്രമം നടക്കുകയാണ്. അത് കേവലം അമേഠിയോ റായ്ബറേലിയോ മാത്രം ലക്ഷ്യം വെച്ച്, അല്ലെങ്കിൽ ഈ 2 മണ്ഡലങ്ങളിലെ ജയം ലക്ഷ്യമിട്ട് മാത്രമായിരിക്കില്ല ഇന്ത്യ സഖ്യം അത്തരമൊരു നീക്കം നടത്തുന്നത്. അതായത് അതിനപ്പുറത്തേക്ക് ഉത്തരേന്ത്യ മുഴുവൻ വ്യാപിക്കുന്ന ഒരു പ്ലാൻ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോൾ 2019 തെരഞ്ഞെടുപ്പ് എടുക്കാം. ഉത്തരേന്ത്യയിൽ ആകെ ഉള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഇപ്പോൾ ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള ഏതാണ്ട് 12 പ്രധാനപ്പെട്ട, അതായത് ഗുജറാത്ത് ഉൾപ്പെടെയുള്ള 12 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് BJP ആകെ നേടിയിരിക്കുന്നത് 226 സീറ്റുകളാണ്. മറുവശത്ത് കോൺഗ്രസിലേക്ക് വന്നാൽ അവർക്ക് ആകെ കിട്ടിയത് 9 സീറ്റുകളാണ്. അങ്ങനെ ഈ സീറ്റുകളുടെ ഒരു വലിയ അന്തരം ഇവിടെ ഉത്തരേന്ത്യയിൽ ഉണ്ട്. അപ്പോൾ ആ വലിയ അന്തരം ഇത്തവണ കുറയ്ക്കാൻ കഴിഞ്ഞാൽ മാത്രമേ BJPയെ താഴെ ഇറക്കുക എന്നുള്ള ഒരു പദ്ധതി വിജയിപ്പിക്കുവാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഹിന്ദി ഹൃദയഭൂമിയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയൊരു പോരാട്ടം ഇത്തവണ നടത്തേണ്ടതുണ്ട്, നേരിട്ടുള്ള ഒരു പോരാട്ടം നടത്തേണ്ടതുണ്ട് എന്ന കാര്യം മനസ്സിലാക്കി കൂട്ടിയാണ് രാഹുലിനെയും പ്രിയങ്കയെയും അവിടെ മത്സരിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ആ ഒരു രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസും ഇന്ത്യ മുന്നണിയും മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കഘട്ടത്തിൽ, ഇപ്പോൾ 1ാം ഘട്ടത്തിന് മുൻപേ മോദിയും BJPയും പറഞ്ഞത് എന്താണ്? 400-ലധികം സീറ്റ് നേടി ഞങ്ങളിതാ വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നതാണ്. വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് BJP നരേന്ദ്രമോദിയും ഒക്കെ പോയത്. പക്ഷേ 2 ഘട്ടം പിന്നിടുമ്പോൾ ആ ഒരു വലിയ സാഹചര്യമല്ല ഉള്ളത്. ഇപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയെ സംബന്ധിച്ചിടത്തോളം തന്നെ കഴിഞ്ഞ തവണ തൂത്തുവാരിയ പോലെയുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ അവിടെ ഉള്ളത്. ആത്മവിശ്വാസം അവർക്ക് നഷ്ടമാകുന്ന, നിശ്ചയമായും അവരെ പേടിപ്പിക്കുന്ന പല ഘടകങ്ങൾ ഇപ്പോൾ തന്നെയുണ്ട്. അതിലിപ്പോൾ ഒന്ന് കർഷക സമരം. അത് ഹരിയാനയിലും പഞ്ചാബിലും പടിഞ്ഞാറൻ UPയിലെല്ലാം BJPക്ക് തലവേദനയാണ്. അത് പരിഹരിക്കാനുള്ള ഒരു നീക്കവും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവർ നടത്തിയിട്ടുള്ള ചെറിയ ശ്രമങ്ങൾ പരാജയപ്പെടുകയാണ്. അപ്പോൾ അത്രമേൽ വലിയ കർഷക രോഷം അവിടെയുണ്ട്. ഇനിയിപ്പോൾ ക്ഷത്രിയ വിഭാഗമായ രജപുത്രർ BJPയോട് തുറന്ന പോരിലാണ്. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അതിനി പരിഹരിച്ചാൽ പോലും അതെങ്ങനെ പരിഹരിക്കുമെന്ന കാര്യത്തിൽ BJPക്ക് പോലും വ്യക്തതയില്ല. പിന്നീട് നോക്കൂ, ഗുജറാത്തിലും പടിഞ്ഞാറൻ UPയിലും ഒക്കെ ഇതിന്റെ പ്രതിഫലനങ്ങൾ വലിയ ശക്തമായിട്ടുണ്ട്. പിന്നീട് മുസ്ലിം വോട്ടുകൾ എന്തായാലും ഇത്തവണ BJPക്ക് പൂർണ്ണമായിട്ടും എതിരാകും എന്ന് ഏറെക്കുറെ
ഉറപ്പുമാണ്. 2013 മുസഫർ നഗറിൽ വർഗീയ കലാപം ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ അതിന്റെ ഗുണഭോക്താക്കളായത് BJP ആണ്. ഒരു വശത്ത് വർഗീയത പറയുമ്പോൾ മറുവശത്ത് അതിന്റെ നേട്ടം അവർ എടുക്കുകയും ചെയ്തു. പക്ഷേ പ്രദേശത്ത് വലിയ സ്വാധീനമുള്ള ജാട്ട് സമുദായം ഹിന്ദു മുസ്ലിം ധ്രുവീകരണത്തിന്റെ ഭാഗമായി BJPക്കൊപ്പം നിന്നു. അത് പക്ഷേ ഇത്തവണ ഉണ്ടാകുമോ എന്നുള്ളതാണ് കാണേണ്ടത്. പക്ഷെ അത്ര പ്രതീക്ഷാ നിർഭരമായ ഒരു സാഹചര്യമല്ല BJP സംബന്ധിച്ചിടത്തോളം മാറിയിട്ടുണ്ട്. അതായത് ഈ കർഷക സമരം, ഒപ്പം തന്നെ ആ കർഷക സമരം ഉണ്ടായ പശ്ചാത്തലം നമുക്കറിയാം. BJPയുടെ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായിട്ടുള്ള കാർഷിക നയങ്ങൾക്കെതിരെയാണ് വലിയ രീതിയിൽ ഇപ്പോൾ ഹരിയാന ആയിക്കോട്ടെ, പഞ്ചാബ് ആയിക്കൊള്ളട്ടെ, ഉത്തർപ്രദേശ് ആയിക്കൊള്ളട്ടെ, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ UP. ഇപ്പം ജാട്ട് സമുദായത്തിന് വലിയ സ്വാധീനമുള്ള മേഖല എന്ന് പറയുന്നത് പടിഞ്ഞാറൻ UP ആണ്. ആ പടിഞ്ഞാറൻ UPയിൽ BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഈ കാർഷിക നയങ്ങൾക്കെതിരായിട്ടുള്ള വലിയ എതിർപ്പ് ജനങ്ങൾക്കുണ്ട്. ജാട്ട് സമുദായം എന്ന് പറയുന്നത് തന്നെ പരമ്പരാഗതമായി കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അവർ വലിയ രീതിയിൽ BJPക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം പടിഞ്ഞാറൻ UPയിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമുദായം ഈ മുസഫർ കലാപത്തിലൂടെ ആ ജാട്ട് സമുദായത്തിലുള്ള ഒരു വലിയ വിഭാഗത്തെ ഒപ്പം എത്തിക്കുവാൻ BJP കഴിഞ്ഞിരുന്നെങ്കിൽ ഈ കാർഷിക നയങ്ങളിലൂടെ അത് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു വലിയ ഭീതി BJPക്ക് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ RLDയെ ഇപ്പോൾ ജാട്ട് വോട്ട് വലിയ രീതിയിൽ കൈവശം വെച്ചിരിക്കുന്ന RLD അവർ മുന്നണിയിലേക്ക് എത്തിച്ചത്. പക്ഷെ അപ്പോഴും RLD മുന്നണിയിലേക്ക് എത്തിയെങ്കിലും RLDക്കൊപ്പം ഉണ്ടായിരുന്ന ജാട്ട് വോട്ടുകൾ പൂർണ്ണമായിട്ടും NDAയിലേക്ക് എത്തുമെന്നുള്ളൊരു സാധ്യത ഇപ്പോഴും അവിടെ ഇല്ല. അതൊരു വലിയ പ്രതിസന്ധിയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം തന്നെ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടയ്ക്കുന്നു. തൊട്ടടുത്ത ദിവസം ഇപ്പോൾ നോക്കൂ, അതിന്റെ താരപ്രചാരകയായിട്ട് ആം ആദ്മി പാർട്ടിയുടെ താരപ്രചാരകയായിട്ട് വരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയാണ് സുനിത കെജ്രിവാൾ. അത് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഒരു വികാരപരമായ ഒരു സ്വീകരണം അവർക്കുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ഇപ്പോൾ ഡൽഹിയിലായിക്കൊള്ളട്ടെ, പഞ്ചാബിലായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ ഗുജറാത്തിലും ഏറെക്കുറെയൊക്കെ ആ നിലയിൽ പ്രചരണം നടത്തുവാനും ഒരു എഡ്ജ് ഉണ്ടാക്കിയെടുക്കുവാനും ആം ആദ്മി പാർട്ടിക്ക് സാധിക്കും. അപ്പോൾ ഗുജറാത്തിലടക്കം ഇതൊരു വലിയ തലവേദനയാണ് ആരെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല, കഴിഞ്ഞ തവണ നമുക്കറിയാം ഇപ്പോൾ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ ആയിട്ട് അവർ നേടിയിട്ടുള്ളത്. ഇപ്പം മധ്യപ്രദേശിൽ അവർ 28 സീറ്റുകൾ കഴിഞ്ഞ തവണ BJP കിട്ടി. രാജസ്ഥാനിലാണെങ്കിൽ 24 സീറ്റുകൾ. ഇതൊക്കെ അതേപടി നിലനിർത്താനാകും എന്നുള്ള കാര്യത്തിൽ വലിയ വിശ്വാസമൊന്നും ഇത്തവണ BJP ക്യാമ്പിന് പോലുമില്ല. അവരുടെ ഒരു ഇന്റേണൽ സർവേ തന്നെ പറയുന്നത് കഴിഞ്ഞ തവണ നേടിയതുപോലെ ഇത്തവണ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും സീറ്റുകൾ നിലനിർത്തുവാൻ BJP കഴിയില്ല എന്നുള്ളതാണ്. ആ നിലയിൽ BJP പല കാരണങ്ങൾ കൊണ്ട് ഉത്തരേന്ത്യയിൽ വേർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എനിക്ക് തോന്നുന്നു ആ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യ മുന്നണി ഇപ്പോൾ നന്നായി തിരിച്ചറിയുന്നുണ്ട്. അതായത് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഒരുപക്ഷെ രാജ്യത്തിന്റെ ഭരണം തന്നെ ഇങ്ങ് പോരും എന്നൊരു ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിക്ക് ഒരുപക്ഷെ തുടക്കഘട്ടത്തിൽ അത്രമേൽ ആത്മവിശ്വാസം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ഇപ്പോൾ അതുണ്ടായി വരുന്നു. ആ രാഷ്ട്രീയ കാലാവസ്ഥ ഇന്ത്യ മുന്നണി തിരിച്ചറിയുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് അത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. എന്തായാലും കഴിഞ്ഞ പോലെ ആയിരിക്കില്ല ഈ ഹിന്ദി ഹൃദയഭൂമി അടക്കം എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം BJPക്ക് അത്രമേൽ തിരിച്ചടി ഉണ്ടാക്കുന്ന പല ഘടകങ്ങൾ അവിടുത്തെ രാഷ്ട്രീയ ഭൂമികയിലുണ്ട്. അപ്പോൾ ഏകപക്ഷീയമായി BJPക്ക് തൂത്തുവാരുന്ന പോലെ ആയിരിക്കില്ല ഹിന്ദി ഹൃദയഭൂമി എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അതുകൊണ്ട് ഏത് വിധേനയും തങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ അത് തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ മുന്നണി ആരംഭിച്ചിട്ടുണ്ട്. ആ അവസരത്തെ പരമാവധി ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ തലയെടുപ്പുള്ള എല്ലാ നേതാക്കളും, അതായത് ജനങ്ങൾക്കിടയിൽ വോട്ടുകൾ ഇങ്ങോട്ടേക്ക് പോരാൻ അവരെ സ്വാധീനിക്കാൻ കരുത്തുള്ള എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായി മത്സരരംഗത്ത് ഇറങ്ങിക്കൊണ്ട് പരമാവധി വോട്ടുകൾ, പരമാവധി സീറ്റുകൾ സമാഹരിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി പയറ്റുന്നത്. അതുകൊണ്ടാണ് പ്രിയങ്ക റായ്ബറേലിയും രാഹുൽ ഗാന്ധി അമേഠിയിലും ഒക്കെ മത്സരിക്കണം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അതിന് പിന്നിലുള്ള ബുദ്ധി അഖിലേഷ് യാദവിൻ്റെതാണ് എന്ന് തോന്നുന്നു. അദ്ദേഹം വളരെ മുൻനിരയിൽ തന്നെയുണ്ട്. ഈ നേതാക്കളെയൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് മത്സരരംഗത്തിറക്കി ഒരു മോദി പ്രഭാവത്തെ വെല്ലാൻ കഴിയും ഈ നേതാക്കളെ കൊണ്ട് എന്ന് കൃത്യമായി കാണിച്ചു തരികയാണ്. അദ്ദേഹവും മത്സരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ കനൌജിൽ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിക്കുന്നത് തന്നെ ദിവസങ്ങൾക്ക് മുൻപാണ്. അപ്പോൾ അദ്ദേഹം അടക്കമുള്ള ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട മുഖങ്ങൾ BJPക്ക് ഒത്ത എതിരാളിയായി മത്സരരംഗത്ത് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം അങ്ങ് മാറുകയാണ്. BJP പ്രതീക്ഷിച്ചതുപോലെ അത്ര ഈസി വാക്ക് ഓവർ അവർക്കുണ്ടാവില്ല. ഒരു നേർക്കുനേർ പോരാട്ടം തന്നെ നേരിടേണ്ടി വരും. അവിടെ ഇപ്പോൾ നരേന്ദ്രമോദി പറയുന്നത് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടല്ല എന്നൊക്കെ പറയുന്നതിന് ഇനി എനിക്ക് തോന്നുന്നില്ല അത്രമാത്രം കരുത്തുണ്ടാകുമെന്ന്. കാരണം ഈ നേതാക്കളൊക്കെ ഇനി ഒരുമിച്ച് മത്സരരംഗത്ത് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും ആ ഒരു യോജിപ്പ് എന്തായാലും നമുക്ക് പരസ്യമായി തന്നെ പ്രകടമാവുകയും ചെയ്യും. അപ്പോൾ അത് ഒരു നേർക്കുനേർ പോരാട്ടമായി തന്നെ ഇന്ത്യ വേഴ്സസ് BJP എന്ന രീതിയിൽ തന്നെ ഇനി വരാൻ പോവുകയാണ്. അഖിലേഷ് നോക്കൂ, അഖിലേഷ് 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചത്. അതിനു മുമ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് മത്സരിക്കും അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്നുള്ള ഒരു കാര്യം
കാര്യം പോലും ആരുടെയും ചർച്ചയിലില്ല. അപ്പോൾ അഖിലേഷ് നേരിട്ട് മത്സരിക്കാൻ രംഗത്ത് ഇറങ്ങുന്നത് തന്നെ മറുവശത്ത് BJP അല്പം വിയർത്തു തുടങ്ങിയിരിക്കുന്നു. അതിനെ പരമാവധി മുതലെടുത്തുകൊണ്ട് പ്രതിപക്ഷ നിരയിലെ ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖരായ കരുത്തരായ നേതാക്കളെല്ലാം ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി BJPയെ നേരിടുന്നു എന്നുള്ള ഒരു അന്തരീക്ഷം ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആ നിലയിൽ അഖിലേഷ് മത്സരിക്കാൻ വരുന്നു. പ്രിയങ്കയും രാഹുലും UP-യിൽ തന്നെ ജനവിധി തേടുന്ന ഒരു സാഹചര്യം ഒരുങ്ങുകയാണെങ്കിൽ അങ്ങനെ ആ നിലയിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രമുഖരും പ്രബലരുമായിട്ടുള്ള നേതാക്കളെല്ലാം ഒരുമിച്ച് നിന്ന് NDA നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ആ പ്രദേശത്താകെ, ആ മേഖലയിലാകെയുള്ള സംസ്ഥാനങ്ങളിൽ അവർക്ക് ആത്മവിശ്വാസവും കരുത്തും പകരുന്ന ഒരു കാര്യമാണെന്ന് കൂടി സായി നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ തന്നെ മറുവശത്ത് BJPയുടെ കാര്യം നോക്കിയാൽ BJPക്ക് അറിയാം, നമുക്ക് ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ തവണ അവർക്ക് നേടിയെടുക്കാവുന്ന പരമാവധി സീറ്റുകൾ ഉത്തരേന്ത്യയിൽ BJP നേടിയെടുത്തു കഴിഞ്ഞു. നേരത്തെ നമ്മൾ രാജസ്ഥാന്റെയും ഗുജറാത്തിന്റെയും മധ്യപ്രദേശിന്റെയും ഒക്കെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇത്തവണ BJPയും മോദിയും ഒക്കെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം 400-ന് മുകളിലേക്ക് ഞങ്ങൾ നേടും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉത്തരേന്ത്യയിൽ ഇനിയൊരു സീറ്റ് അധികമായി കിട്ടാനില്ല, മാത്രമല്ല നഷ്ടപ്പെടുമെന്നുള്ള ഒരു പേടി കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നിടത്തൊന്നും BJPക്ക് കാര്യമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കാനാകില്ല എന്നുള്ളതാണ് പൊതുവിൽ വരുന്ന വിലയിരുത്തലുകൾ. ആ നിലയിൽ വരുമ്പോൾ 400 എന്നുള്ളതല്ല, ഈ 300-ലേക്ക് എത്തിക്കുവാൻ പോലും BJP പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ അങ്ങനെ പോവുകയാണെങ്കിൽ അവരുടെ പ്രചരണ രീതികൾ തന്നെ മാറാനുള്ള ഒരു സാഹചര്യം കൂടി ഇല്ലേ? തീർച്ചയായും ഉണ്ട്. ഇപ്പോൾ തന്നെ ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ തവണത്തെ കിട്ടിയ സീറ്റുകൾ അതുപോലെ നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ BJPയുടെ നില പരുങ്ങലിലാകും എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള സംശയമില്ല. എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി തന്നെയാണ് അത് തിരിച്ചറിഞ്ഞ ആദ്യത്തെ വ്യക്തി. അതുകൊണ്ടാണ് അദ്ദേഹം ക്യാമ്പയിൻ്റെ രീതി എല്ലാം മാറ്റി അങ്ങേയറ്റം വർഗീയമായ രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നത്. അപ്പോൾ BJPയുടെ സാധ്യതകളെ ഈ പറയുന്ന ഉത്തരേന്ത്യയിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ഒരു മുന്നേറ്റം നടത്താനായില്ലെങ്കിൽ തീർച്ചയായും ബാധിക്കും. ഒരു കാര്യം, ആദ്യ 2 ഘട്ട പോളിംഗ് നടന്നപ്പോഴും BJP നേട്ടമുണ്ടാക്കുമെന്ന് പ്രവചിച്ചിരുന്ന പ്രദേശങ്ങളിലെല്ലാം അവരുടെ മൊത്തത്തിൽ പോളിംഗ് ശതമാനം വലിയ രീതിയിൽ കുറയുകയാണ് ചെയ്തത്. അതെ, തീർച്ചയായും. ഇപ്പോൾ ദക്ഷിണേന്ത്യ തന്നെ വലിയ പ്രചാരണമായിരുന്നല്ലോ, ഒരു മിഷനായി തന്നെ ഏറ്റെടുക്കുകയാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് ആ സംസ്ഥാനങ്ങളിലൊക്കെ കഴിയുമ്പോൾ, ഇപ്പോൾ കേരളം കഴിഞ്ഞു, തമിഴ്നാട് കഴിഞ്ഞു, അതൊക്കെ കഴിയുമ്പോൾ അവർക്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഘടകങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ പ്ലാനൊക്കെ അമ്പെ പൊളിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി അവരുടെ പ്രതീക്ഷ എന്നുള്ളത് കഴിഞ്ഞ തവണ ഉത്തരേന്ത്യ പിടിച്ചതുപോലെ അത് തൂത്തുവാരുക എന്നുള്ളതാണ്. പക്ഷേ അവിടെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി എടുത്തിരിക്കുന്ന ഈ ഒരു സ്ട്രാറ്റജി അവർക്ക് വലിയ ഒരു വെല്ലുവിളിയാകുന്നത്. അപ്പോൾ ഇത്തവണ അവിടെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ അവർക്ക് എല്ലാ സാധ്യതകളെയും ബാധിക്കും. അപ്പോഴാണ് അമൽ എന്നെ ആശങ്കപ്പെടുത്തുന്നത്, എന്ത് കൈവിട്ട കളിയും BJPയും സംഘപരിവാറും കളിക്കാനുള്ള ഒരു സാധ്യത കൂടി ഇനിയുണ്ട്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ. അപ്പോൾ അത്തരം ശ്രമങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇനിയൊരു അഗ്നി പരീക്ഷയുടെ സമയം കൂടിയാണ്. കാരണം ഇപ്പറയുന്ന എല്ലാ നടപടികളും, ഏത് തരത്തിലുള്ള ക്യാമ്പയിനും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ അവർക്ക് നേരിടേണ്ടി വരും. അതിനൊക്കെ തോൽപ്പിച്ച് വേണം ഇനിയുള്ള ഈ ഒരു മുന്നേറ്റം അതെങ്ങനെ ഉണ്ടാക്കാൻ കഴിയും എന്ന് ഇന്ത്യ മുന്നണി നോക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ പരീക്ഷയെയും ആ അഗ്നി പരീക്ഷയും നേരിടാൻ തന്നെ തയ്യാറാകുന്ന ഒരു ടീം സെറ്റാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അഖിലേഷ് യാദവ് നേതൃത്വം നൽകിക്കൊണ്ട് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള മുതിർന്ന നേതാക്കളെയൊക്കെ ഇറക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചൊരു ഗുണകരമാകും എന്നുള്ളത്. എന്നാൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇനിയുള്ള അങ്ങോട്ടുള്ള ഘട്ടങ്ങൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിർണായകമാണ്. അവർക്ക് മുന്നേറാൻ കഴിയുമെങ്കിൽ ഇനിയുള്ള ഘട്ടങ്ങളിൽ അവർക്ക് അതിനുള്ള ഒരു വഴിയുണ്ട്, ഒരു ഗ്രൗണ്ട് ഉണ്ട്. അതെങ്ങനെ ഇന്ത്യ മുന്നണി ഏറ്റെടുക്കുന്നു എന്നുള്ളിടത്താണ് പ്രധാനമായും ഉള്ളത്, അല്ലേ? ICL Finco, the intelligent choice.